പ്രിയരെ നമസ്കാരം. BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി പ്രധാന വാഗ്ദാനങ്ങൾ വളരെ ചെറിയ രൂപമാണ് ഈ കാണുന്നത്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കും, ഇന്ധന വില കുറയ്ക്കും, അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കും, വനിതാ സംവരണ നിയമം നടപ്പാക്കും, രാജ്യത്ത് 6G നടപ്പാക്കും, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കും, പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിലാക്കും, ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും. വേറെ രസം എന്താ വെച്ചാൽ ഈ മുസ്ലിം വിഭാഗത്തെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാറില്ല സുഹൃത്തുക്കളെ, എന്നാലും പറയേണ്ടി വരികയാണ്. ഈ മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പോലെ നമ്മളൊക്കെ ചിലരൊക്കെ ആഗ്രഹിക്കുക, എല്ലാ മനുഷ്യരാലേക്കും നമ്മളെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ വലിയ സന്തോഷമായേനെ നമുക്ക്. നമ്മൾ കാരണം ഒരാൾ തിരിച്ചിരിക്കാൻ ഇടവന്നാൽ, നമ്മൾ കാരണം ഒരാളുടെ പട്ടിണി മാറിയാൽ, നമ്മൾ കാരണം ഒരാളുടെ സങ്കടം മാറിയാൽ, നമ്മൾ കാരണം ഒരു പ്രതിസന്ധി ഒഴിവായാൽ, നമ്മൾ കാരണം അയാളുടെ ദീനം രോഗങ്ങൾക്ക് അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഹസ്തം നമുക്ക് നീട്ടേണ്ടി വന്നാൽ, നമ്മൾ കാരണം ഇലക്ഷനിൽ ഒരു 10 ആൾക്കാർക്ക് ഒരു വിഭാഗത്തിന് 10 വോട്ട് കിട്ടിയാൽ, നമ്മൾ കാരണം നമ്മുടെ പേരെടുത്തുകൊണ്ട് ഒരു വിഭാഗത്തിന് വോട്ട് ചോദിക്കാൻ ഇടവന്നാൽ ഒക്കെ സന്തോഷിക്കാമെന്നുള്ളവരൊക്കെ ഒരു വർത്തമാനം പറയാറുണ്ട് അല്ലേ. എന്നതുപോലെ ഇപ്പോൾ ഈ പ്രകടന പത്രിക ചെറുരൂപമാണ്, ഇതിൻ്റെ വലിയ രൂപം വേറെയുണ്ട്. ഈ ചെറുരൂപത്തിൽ പോലുമുള്ള കാര്യങ്ങൾ പോലും ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ജനം അതിനെ തിരസ്കരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ജി അവർകൾ മുസ്ലിങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് പോലെ, നിലവിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളോടൊക്കെ എന്ത് ചെയ്തു, എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങൾക്ക് പറയാൻ ഏറെ വിഷയങ്ങളില്ലേ, നിരവധിയായ വിഷയങ്ങളില്ലേ? നിങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുകയോ പൗരത്വ നിയമം നടപ്പാക്കുകയോ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. നിങ്ങളെ ഏക സിവിൽ കോഡ് നടപ്പാക്കി അവിടെ എന്താ ഭൂകമ്പം ഉണ്ടാവുക? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കിയ നിയമത്തെ അനുസരിക്കും. ഇവിടുത്തെ എല്ലാ വിഭാഗം, അത് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എല്ലാവരും നിയമമായി വന്നാൽ അത് അനുസരിക്കും. മനസ്സിലായില്ലേ? വിശ്വാസം ഒക്കെ മനസ്സിലാണ്. പള്ളിയിൽ പോകണ്ടെന്ന് ആൾക്കാരോട് പറയില്ലല്ലോ ഏക സിവിൽ കോഡിന്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിയമങ്ങൾ മാറേണ്ടി വരും കാലാനുസൃതമായിട്ട്. അത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കേണ്ട ഗതികേട് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എത്തിക്കഴിഞ്ഞെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് മുസ്ലിങ്ങൾ കാരണം സന്തോഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങൾ കാരണം സന്തോഷിക്കട്ടെ. ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. ഹിന്ദു മുസ്ലിം വർത്തമാനങ്ങൾ തന്നെ എനിക്കിഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കുക? ഇതൊന്നും വൈകാരികതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെ വെറും വേസ്റ്റ് വർത്തമാനങ്ങളാണ്. മുസ്ലിങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുക, മുസ്ലിങ്ങൾ അങ്ങനെ പറയുക, മുസ്ലിങ്ങൾ എങ്ങനെ പറയുക. നിങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കൂ. എന്താണ് ഇവിടെ സംഭവിക്കണം നോക്കട്ടെ. ഇന്ധന വില കുറയ്ക്കും. 2014 കുറയ്ക്കാൻ തുടങ്ങിയതാ. ഇപ്പോഴത്തെ ഇന്ധന വില എത്ര അറിയോ? 2014 410 രൂപയായിരുന്ന LPG സിലിണ്ടറിന് 2024 903 രൂപയാണ്. പെട്രോളിന് ലിറ്ററിന് 71 രൂപയായിരുന്ന 2014 വില ഇപ്പോൾ 97 രൂപ കഴിഞ്ഞു. ഡീസലിന് ലിറ്ററിന് 2014 55 രൂപയെങ്കിൽ 2024 90 രൂപയാണ്. കടുകെണ്ണ ലിറ്ററിന് 90 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 143 രൂപയാണ്. ആട്ട കിലോയ്ക്ക് 22 രൂപയാണെങ്കിൽ ഇപ്പോൾ 35 രൂപയാണ്. പാലിന് ലിറ്ററിന് 35 രൂപയെങ്കിൽ ഇപ്പോൾ അത് 60 രൂപയാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ വില കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം നുണവാഗ്ദാനങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് രാജ്യത്തെ മതാധിപത്യത്തിലേക്ക് തള്ളിവിടുന്ന സവർണവർഗീയ ഫാസിസ്റ്റ് പാർട്ടികളോട് അരുനിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ അതിസമ്പന്നരായ 1% കൈകളിലാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% നമ്മളൊക്കെ അനുഭവിക്കാൻ പോണേയുള്ളൂ. ഇനിയും അതിനെ സംബന്ധിച്ച് നമ്മൾ അനുഭവിക്കാൻ പോണേയുള്ളൂ. അതുപോലെ തന്നെ ജനസംഖ്യയുടെ താഴെത്തട്ടിലുള്ള 50% സ്വന്തമായിട്ടുള്ളത് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 3% മാത്രമാണ്. ചില കണക്കുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില വീക്കിലുകളിൽ നിന്നും ചില ഇൻഫർമേഷൻസും കിട്ടിയതിൽ നിന്നും ബോധിപ്പിക്കുന്ന കണക്കുകളാണ് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ജനസംഖ്യയുടെ താഴെത്തട്ടിലുള്ള 50% സ്വന്തമായിട്ടുള്ളത് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വെറും 3% മാത്രം. ഇത് ആരുണ്ടാക്കിയതാണ് ഈ അന്തരം? ലോകത്തിൽ ഏറ്റവും അധികം ദരിദ്രരുള്ള രാജ്യമാണ് ഇന്ത്യ. 23 കോടിയോളം ഇന്ത്യക്കാർ ദരിദ്രരാണെന്നാണ് പറയുന്നത്. ഇതേ ഇന്ത്യയിൽ തന്നെയാണ് 2020 $102 ആയിരുന്ന ശതകോടീശ്വരന്മാരുടെ എണ്ണം 2023 169 കുതിച്ചുയർന്നത്. എന്തേ അങ്ങനെ? അതുപോലെ തന്നെ ഏറ്റവും ധനികരായ
100 ഇന്ത്യക്കാരുടെ സമ്പത്തിൻ്റെ ആകെ മൂല്യം 52.12 ലക്ഷം കോടി രൂപയാണ്. ഡോളർ ശതകോടീശ്വരന്മാരായ 10 അതിധനികരുടെ സമ്പത്ത് 27.52 ലക്ഷം കോടി രൂപ. എന്താണ് ഇതിൻ്റെയൊക്കെ അസമത്വം കുറച്ചുകൊണ്ടുവരുന്നതിനായി അതിസമ്പന്നരായ 1% സമ്പത്തിന്മേൽ സ്ഥിരമായി 1% നികുതി ഏർപ്പെടുത്തണം. ശരിക്കും അങ്ങനെയുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇവിടെ 15 ലക്ഷം നിങ്ങളുടെ പോക്കറ്റിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നാൽ കള്ളപ്പണം കൊണ്ടുവരികയില്ല. ഇവിടുന്ന് കള്ളപ്പണം കൊണ്ടുപോകുന്നവരെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുവരികയില്ല. സുഖമായിട്ട് വിദേശത്ത് അവരെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഒരു രക്ഷയില്ലാണ്ട് വീണ്ടും മുസ്ലിങ്ങളുടെ തലയിൽ വന്നിട്ട് കാഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തൊരു മഹാപരാധമാണ് ഞങ്ങളൊക്കെ ഈ മുസ്ലിംസൊക്കെ ചെയ്തിട്ടുള്ളത്. എന്താണ് ചെയ്തിട്ടുള്ളത്? മുഗളന്മാരെക്കുറിച്ച് കൃത്യമായ ചരിത്രം പഠിച്ചുകൊണ്ട് നോക്കൂ. മുഗളന്മാരാണെങ്കിൽ ഇനി അവരെന്തെങ്കിലും ചെയ്തു പോട്ടെ, ഇപ്പം ജീവിച്ചിരിക്കുന്നവർ എന്താണ് നിങ്ങളോടൊക്കെ ചെയ്തത്? എന്തിനാണ് ഈ വർഗത്തെ നിങ്ങൾ ശത്രുപക്ഷത്തേക്ക് പെടുത്തുന്നതിൻ്റെ ആവശ്യം എന്താ? ഇവിടെ ഇന്ത്യയിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പോലും ഇവിടെ വളരെ അതികഠിനമായിട്ടുള്ള സമരമാർഗത്തിലേക്കോ അക്രമങ്ങളിലേക്കോ മുതിരാതിരുന്നു. ഇവിടെ എന്തെല്ലാമാണ് ഇവിടെ സംയമനത്തിൻ്റെ ഭാഷയിലേക്ക് ഈ വർഗം പോയിട്ടുള്ളത്. എന്നിട്ടും ശത്രുപക്ഷത്താക്കിയിട്ട് വോട്ട് ചോദിക്കേണ്ട ഗതികേട് വരുമ്പോൾ അതല്ലെങ്കിൽ ഈ മുസ്ലിം വർഗത്തെ കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കേണ്ടി വന്നല്ലോ എന്ന് ലജ്ജാവഹമായ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പ്രകടന പത്രികയിൽ പറയുന്നത് ഒന്നും നടക്കില്ല കേട്ടോ, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക നുണകൾ. ഇന്ധന വില കുറയ്ക്കും, 2014 കുറയ്ക്കുന്നതിന് ഞാൻ കണക്ക് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ രാമായണ ഉത്സവം സംഘടിപ്പിക്കട്ടെ, അതിനാർക്ക് പ്രശ്നം? അന്താരാഷ്ട്ര തലത്തിൽ യോഗ ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ ഇവിടെ അന്താരാഷ്ട്ര തലത്തിലല്ലേ. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കും. വനിതാ സംവരണം നടപ്പാക്കും. എവിടെ നടപ്പാക്കണത്? അതിലെന്തെല്ലാം പോരായ്മകളുണ്ട്? അതിൽ സംവരണാടിസ്ഥാനത്തിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. രാജ്യത്ത് 6G നടപ്പാക്കും. കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം. അതൊരു ഗവൺമെൻറ്റിന് ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത് തീർച്ചയായിട്ടും. അതിന് പകരം മറ്റു തരത്തിലേക്കുള്ള ശാസ്ത്രീയ സംബന്ധമല്ലാത്ത രീതിയിലേക്കല്ല പോകേണ്ടത്. തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കും. ഇതെല്ലാം ഏകാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു കാരണവശാലും അത് പെട്ടെന്നൊന്നും നടപ്പാക്കാൻ പറ്റില്ല. ഇവിടെ സുപ്രീം കോടതി നിയമം ഉള്ള കാലത്തോളം അതിനൊക്കെ വൃത്തിയായിട്ട് ആലോചിച്ച് നടക്കാം. പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിലാക്കും. ഏകപക്ഷീയമായ ക്രിമിനൽ നിയമമാകാതിരുന്നാൽ മതി. എന്ത് നിയമമോ കാലാനുസൃതമായി മാറ്റിക്കൊള്ളൂ, ഒരു പ്രശ്നവുമില്ല ഇവിടെ. പക്ഷേ ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു നിയമത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പ്രീഡന നയങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് നിയമത്തെ മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ടല്ലേ. ബുൾഡോസർ രാജ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണോ? ബുൾഡോസർ രാജ് ചെയ്തുകൊണ്ട് ഏത് നിയമമാണത്? അല്ലെങ്കിൽ കുറ്റവാളികളെ വെടിവെച്ചുകളിൽ ഏത് നിയമമാണ്? അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ വേണ്ട. അതിൽ ബുള്ളറ്റ് ട്രെയിനിൽ കൊണ്ടുവരട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ പറഞ്ഞ് വോട്ട് ചോദിക്കൂ. മുസ്ലിങ്ങളുടെ തലയിൽ കയറിയിട്ടല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സമയം അടുത്തു വരികയാണ് ഇലക്ഷൻ്റെ. ആലോചിക്കുക, ചിന്തിക്കുക. എല്ലാവരും അതിനനുസരിച്ചിട്ട് രാജ്യത്തെ മതാധിപത്യത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ശബ്ദം അവസാനിപ്പിക്കട്ടെ തൽക്കാലം.